ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിവിഷനാണ്. ഓക്കെ, സോ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൽ നോക്കേണ്ടായി അല്ലേ. അപ്പോൾ പ്രിഫറൻസ് ഷെയർസിനെ എങ്ങനെ റിഡീം ചെയ്യാം, അതിനുള്ള സോഴ്സസ് എന്തൊക്കെയാണ്, ആ സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ദെൻ so redeemable preference shares are those shares which are repayable after a fixed period of maturity time. Clear? സാധാരണ നമ്മൾ ഇന്ത്യയിലുള്ള ഇപ്പം നിലവിലുള്ള കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസ് ഒക്കെ എന്തായിരിക്കണം? റെഡീമബിൾ ആയിരിക്കണം. അങ്ങനെ എന്താണ് ഇപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്? സോ ദീസ് ആർ ഓൾ ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ to be repaid, clear, redeemed or repayable after a fixed period of maturity. ഒരു നിശ്ചിത പീരീഡ് ഓഫ് മെച്യൂരിറ്റി ഉള്ള അല്ലെ, അത് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ട ക്യാപിറ്റലാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 55 subsection 1 of the Companies Act 2013, a company cannot issue irredeemable preference shares. ഞാൻ പറഞ്ഞ കാര്യമാണ്. ക്ലിയർ? സോ റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, നമ്മൾ ഡിബെഞ്ചറിൻ്റെ കേസിൽ തന്നെ പഠിച്ചതാണ്, കൂടുതൽ പറയേണ്ട കാര്യമില്ല അല്ലേ. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? സെക്ഷൻ 55 പറയുന്ന ചില പ്രൊവിഷൻസ്. ഒന്ന്, ദ ഷെയർസ് ടു ബി റെഡീംഡ് മസ്റ്റ് ബി ഫുള്ളി പേഡപ്പ്. പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തായിരിക്കണം? ഫുള്ളി പേഡപ്പ് ആയിരിക്കണം. അപ്പോൾ ഫുള്ളി പേഡപ്പ് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ പറ്റും. ഇനി അഥവാ പാർട്ട്ലി പേഡപ്പ് ഷെയർസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അതിനെ ഫുള്ളി പേഡപ്പ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം റിഡംഷൻ ചെയ്യാൻ. ദെൻ ദ ഷെയർസ് ഷുഡ് ബി റെഡീം എയ്തർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി ഓർ ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ക്ലിയർ? അപ്പോൾ രണ്ട് രീതിയിലുള്ള ഇതാണ് പറയണത്. നമുക്ക് 3 മെത്തേഡ്സ് വേണമെങ്കിൽ പറയാം, സോഴ്സ് ആയിട്ട് പറയാം. ഒന്ന്, ദാറ്റ് ഈസ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഉപയോഗിച്ച്, പ്രോഫിറ്റിൻ്റെ ബാലൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിഡംഷൻ ചെയ്യാം. പ്രോഫിറ്റ് ഹിയർ മീൻസ് റിസർവ്, റവന്യൂ റിസർവ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ കൊണ്ട് റിഡീം ചെയ്യുക. എന്താണ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത്? പുതിയ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുക, ആ പ്രൊസീഡ്സ് ഉപയോഗിച്ചിട്ട് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുക. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ ആവാം, കുറച്ച് ക്യാഷും കൊടുത്ത് കുറച്ച് ഷെയർസ് ഇഷ്യൂ, അപ്പോൾ ഒരു കോമ്പിനേഷനിൽ ഹൈബ്രിഡ് ആയിട്ടും വരാം. ഓക്കെ, ദെൻ സോ any premium payable on redemption must be provided out of the profits of the company. ക്ലിയർ? ഇനി റിഡംഷൻ സമയത്ത് പ്രിഫറൻസ് ഷെയർസ് തിരിച്ചു കൊടുക്കുമ്പോൾ പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറയും. ഇങ്ങനെയുള്ള പ്രീമിയം ഓൺ റിഡംഷൻ പ്രോഫിറ്റിൽ നിന്നും കണ്ടെത്തിയിട്ട് അതിനെ ഉപയോഗിച്ച് വേണം കൊടുക്കാൻ എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിനോ ജനറൽ റിസർവോ അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയമോ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രോഫിറ്റോ അല്ലെങ്കിൽ റിസർവ്സോ ഉപയോഗിച്ചിട്ട് വേണം കൊടുക്കാൻ. ക്ലിയർ? ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അത് ക്യാഷായിട്ട് റിയലൈസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം വേണം നമ്മൾ ഇതിനു വേണ്ടി റിഡംഷന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, സോ ഇനി ജനറലി it is provided out of securities premium reserve if there is an existing securities premium reserve or premium out of fresh issue. ഇനി നിലവിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിലോ അഥവാ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ചെയ്യുന്ന സമയത്ത് പ്രീമിയം കിട്ടുന്നുണ്ടെങ്കിൽ, സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ സമയത്തുള്ള പ്രീമിയം നമുക്ക് മീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ. ഇനി CRR എന്ന് പറയുന്ന ഒരു റിസർവ് നമ്മൾ ഈ സമയത്ത് ക്രിയേറ്റ് ചെയ്യും അല്ലേ. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് ഈക്വലൻ ടു ദി നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ക്ലിയർ, റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. അപ്പോൾ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് നാലാമത്തെ പോയിന്റ് അതാണ് പറയുന്നത്. ഇഫ് യു ആർ റിഡീമിങ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, then in that case we need to create a capital redemption reserve account.
equivalent to the nominal value of preference shares redeemed out of these profits. ഓക്കെ, അപ്പം അത്തരത്തിൽ വരാവുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ റിഡംഷൻസ് അല്ലെങ്കിൽ CRR പിന്നീട് എന്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ക്ലിയർ? The notice of the redemption must be sent to the registrar of company within 30 days from the date of redemption, and the redemption of preference shares is not to be considered as redemption of share capital. Hence, the company may issue shares up to the nominal amount of shares redeemed. Clear? ഇപ്പോൾ the redemption of preference shares is not to be considered as a reduction of ഷെയർ ക്യാപിറ്റൽ. ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ ആയിട്ടല്ല പറയണത് അല്ലേ. പ്രിഫറൻസ് ഷെയർസ് ഇപ്പോൾ പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വന്ന ശേഷം IndAS അല്ലെങ്കിൽ IFRSൻ്റെ ഒക്കെ റെജിമിൽ പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ ഒരു ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആയിട്ടാണ് കാണുന്നത്. റെഡീമബിൾ ആയിട്ടുള്ളൊരു പ്രിഫറൻസ് ഷെയർ ആണ്, ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് അതിന് കൊടുക്കുന്നത്, കൺവേർട്ടബിൾ അല്ല, ഇക്വിറ്റി ആയിട്ട് കൺവേർട്ടബിൾ അല്ല എങ്കിൽ അതിനെ ഒരു ഡെപ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ക്ലിയർ? ആ രീതിയിൽ ഇതൊരിക്കലും എന്താവുന്നില്ല, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ആയിട്ട് മാറുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. സോഴ്സസ് ഓഫ് റിഡംഷൻ നേരത്തെ നമ്മൾ പഠിച്ചാണല്ലേ. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആവാം, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ആവാം, റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, ഇങ്ങനെയാവാം. ഓക്കെ, ഇനി റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത് അല്ലേ. അതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്താണ്? So, number 1, accounting entry. So, first see whether the redeemable preference shares are fully paid up. If it is partly paid up, it should be converted into fully paid up first of all. Clear? So, if they are partly paid up, then pass the following in journal entry to make them fully paid up. Clear? Partly paid up ആയുള്ള preference shares exist ചെയ്യുന്നുണ്ട്, റിഡംഷൻ്റെ സമയമായി എങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റണം. അങ്ങനെ ചെയ്യേണ്ട വന്നാൽ മാത്രം ഈ എൻട്രി ചെയ്താൽ മതി. എന്താണത്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക. സോ ദാറ്റ് റിമൈനിങ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അതോടുകൂടി പ്രിഫറൻസ് ഷെയർ എന്തായിട്ട് മാറും? ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് മാറി. ക്ലിയർ? ഇനി അടുത്ത് എന്ത് ചെയ്യണം? വരുന്ന പൈസ വാങ്ങിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ആദ്യം എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർസ് പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റുക. ഇത് ഈ പാർട്ട്ലി പെയ്ഡപ്പ് വരികയാണെങ്കിൽ മാത്രമേ ഈ രണ്ട് എൻട്രി ചെയ്തേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഓക്കെ, ദെൻ സോ വാട്ട് ഇസ് നെക്സ്റ്റ് എൻട്രി? അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ എന്താണ് വരിക? സോ മേക്ക് ജേർണൽ എൻട്രി ഫോർ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി. പ്രിഫറൻസ് ഷെയർസ് റിഡംഷന് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? ആ ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് ബാങ്കിലൂടെ പൈസ കിട്ടും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ദെൻ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ? ദെൻ ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം അല്ലേ, അപ്പോൾ നമ്മൾ എന്തായിരിക്കും എൻട്രി വരിക? ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട്. സോ ഫോർ എക്സാമ്പിൾ 100 രൂപയാണ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് 110 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. 100 രൂപ ക്യാപിറ്റലാണെന്ന് വയ്ക്കുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് 110, ഷെയർ ക്യാപിറ്റൽ 100, പ്രീമിയം 10. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ട് പ്രീമിയം എമൗണ്ട് കാണിക്കുക. ഇനി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? അല്ലേ, കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് വി കൻ നോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നില്ല? ഡിസ്കൗണ്ടിൻ്റെ കേസ് അവിടെ വരുന്നില്ല. ദെൻ സോ സെക്ഷൻ 53 അനുസരിച്ച് ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പോയിന്റ് അവിടെ പറയുന്നുണ്ട് അല്ലേ. ദെൻ അടുത്ത എൻട്രി എന്തായിരിക്കും? സോ റൈറ്റ് ജേർണൽ എൻട്രി ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുമ്പോൾ എന്താണ് എൻട്രി? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ ക്രെഡിറ്റ് ഉണ്ടായിരുന്നതിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആവും അല്ലേ, ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ഒരു ലയബിലിറ്റിയാണ്, അത് കൊടുക്കാൻ ബാക്കിയുള്ളതാണ് അല്ലേ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതുകൊണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ഇനി എന്താണ് അടുത്തത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ? ദിസ് ഇസ് എ നോർമൽ എൻട്രി. പക്ഷേ ചിലപ്പോൾ നമ്മൾ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്ന് വിചാരിക്കുക അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? സോ റിഡംഷൻ ഈസ് ഔട്ട് ഓഫ് പ്രീമിയം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രീമിയം ഓൺ റിഡംഷൻ കണ്ടെത്തണം.
ക്ലിയർ. വി നീഡ് ടു പ്രൊവൈഡ് ഫോർ ദി റിഡംഷൻ പ്രീമിയം. റിഡംഷൻ പ്രീമിയം എന്ന് പറയുന്നത് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൊവൈഡിങ് ഫോർ പ്രീമിയം എന്ന് പറയുക. അപ്പോൾ ഒന്നുകിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ സർപ്ലസ്, അതല്ലെങ്കിൽ ജനറൽ റിസർവ്. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു റിസർവ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി ഇത് മൂന്നും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. അതിൽ ഫണ്ട് ബാക്കി തികയുന്നില്ല എങ്കിൽ ജനറൽ റിസർവ് ഉപയോഗിക്കുക, അതിലെ ഫണ്ട് തികയുന്നില്ലെങ്കിൽ സർപ്ലസ് ഉപയോഗിക്കുക. ഈ രീതിയിൽ വേണം അത് ചെയ്യാൻ. ഓക്കെ. സോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ റിഡംഷൻ പ്രീമിയം. ഓക്കെ. സോ ദാറ്റ് ഈസ് ദ എൻട്രി. ദെൻ ഇനി എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ കാണിക്കണം. അങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തു, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഇത് രണ്ടും കൂടെ ഫോർ എക്സാമ്പിൾ നമ്മൾ 100 രൂപയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ക്ലിയർ. 15 രൂപയാണ് പ്രീമിയം കൊടുക്കുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആകെ എത്ര കൊടുക്കണം? 115 രൂപ കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക, നോമിനൽ വാല്യൂ. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, റിഡംഷൻ പ്രീമിയം എമൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടോട്ടൽ എമൗണ്ട്. ക്ലിയർ. ഇനി പൈസ കൊടുക്കുമ്പോഴോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ. 115 രൂപയാണ് അവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ 115 നമ്മൾ മൊത്തം കൊടുക്കും. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. ഓക്കെ. If preference shares are redeemed at a premium, then such a premium on redemption is provided out of securities premium account, then existing or fresh issue or profit and loss or general reserve or profit or reserve is utilized for the redemption premium. Clear. If securities premium reserve is not available or securities premium reserves are insufficient. സാധാരണയിൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് അതിൻ്റെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് കമ്പനീസ് ആക്ടിൽ തന്നെ ചില പ്രൊവിഷൻസ് പറയുന്നുണ്ട്. ക്ലിയർ. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ സർട്ടൻ പർപ്പസസ് വിച്ച് ആർ സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദി കമ്പനീസ് ആക്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വേണം റിഡംഷൻ പ്രീമിയം കണ്ടെത്താൻ. ക്ലിയർ. അപ്പോൾ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതില്ല എങ്കിൽ, അത് തികയുന്നില്ല എങ്കിൽ മാത്രം എന്ത് ചെയ്യുക? മറ്റുള്ളത് ഉപയോഗിക്കുക. ജനറൽ റിസർവോ അല്ലെങ്കിൽ P&L അക്കൗണ്ടോ സർപ്ലസ് ഒക്കെ ഉപയോഗിക്കുക. ക്ലിയർ. ഒന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ ആൻഡ് റിഡംഷൻ അറ്റ് പാർ. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നതും പാറിലാണ്, അതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസും പാറിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്തായിരിക്കും വരിക? സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. എ ലിമിറ്റഡ് ഹാഡ് 10,008% preference shares, redeemable preference shares of ₹100 each. Clear. 10,100 will give you 10 lakh rupee. Fully paid. Then the company decided to redeem these preference shares at par by issue of sufficient number of equity shares of 10 each, fully paid at par. Clear. അപ്പോൾ 10 രൂപ വിലയുള്ള ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആകെ നമുക്ക് റിഡീം ചെയ്യേണ്ട വാല്യൂ എത്രയാണ്? സോ ടോട്ടൽ നമ്പർ ഓഫ്, നമ്മൾ വർക്കിംഗ് നോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് 10,000, ഫേസ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ 100, ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിഡീംഡ് ഈക്വൽ ടു 10,000 into 100 ഈക്വൽ ടു 10 lakh. ക്ലിയർ. ഇനി താഴെ എന്ത് കണ്ടുപിടിക്കണം? ഇക്വിറ്റി ഷെയർസ്, ഫ്രഷ് ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂ ഈക്വൽ ടു 10 lakh rupee ഡിവൈഡഡ് ബൈ 10 rupee. ക്ലിയർ. 10 ലക്ഷം രൂപ നമുക്ക് ആകെ കൊടുക്കണം. അത് 10 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 1 lakh ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ക്ലിയർ. അപ്പോൾ 1 ലക്ഷം ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണം. പാറിലായതുകൊണ്ട് 1 lakh തന്നെ വരും. ഓക്കെ. ഇനി നമുക്ക് എൻട്രിയിലേക്ക് വരാം. സോ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ് ആദ്യത്തെ എൻട്രി അല്ലേ? സോ വാട്ട് ഈസ് എൻട്രി? ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ 1 lakh ഷെയർസ് ഇഷ്യൂ ചെയ്ത് 10 രൂപയാണ്, എത്ര കിട്ടും? 10 lakh rupee കിട്ടും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് 10 lakh. ക്ലിയർ. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh. ഇപ്പോൾ നരേഷൻ എന്താ കൊടുക്കുക? ഇഷ്യൂ ഓഫ് 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ എൻട്രി ചെയ്താൽ 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 10 lakh ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 10 lakh. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണിച്ചു. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തു. ക്ലിയർ. അടുത്ത എൻട്രി എന്താ?
പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ചെയ്തു, അപ്പോൾ അത് ക്യാൻസലായി പോകും. ബാങ്ക് അക്കൗണ്ടിലൂടെ 10 lakh റുപ്പി കൊടുക്കും. ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് ജേർണൽ എൻട്രീസ് എഴുതാം. ഇഫ് ഇറ്റ് ഈസ് redeemed at par, for that purpose equity shares was issued at par. Okay. Then number 2, fresh issue of shares at premium and redemption at par. Fresh shares redeem ചെയ്യുന്ന പാറിലാണ്, പക്ഷേ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് പ്രീമിയത്തിലാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വരിക? സോ അതിനുള്ളൊരു എക്സാമ്പിൾ, ബി ലിമിറ്റഡ് ഹാഡ് 3009% preference shares of ₹200 each fully paid up. ക്ലിയർ? അപ്പോൾ 200 × 3000, അപ്പോൾ ആ രീതിയിൽ നമ്മൾ എടുക്കണം. ക്ലിയർ? സോ the company decided to redeem preference shares at par, clear, by issue of sufficient number of ordinary shares of ₹25 each at a premium of 2 per share, fully paid up. Clear? Write the journal entry in the books of the company. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? 3000 ഷെയർസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വർക്കിംഗ് നോട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഈക്വൽ ടു 3000, face value equal to 200. Total amount, nominal value of preference shares redeemed equal to 3000 into 200, that is equal to 6 lakh rupees. Okay. ഇനി എന്ത് ചെയ്യണം? നമ്മൾ equity shares ഇഷ്യൂ ചെയ്യുന്നു. Sufficient number of ordinary shares of ₹25 each at a premium of 2. Clear? അപ്പോൾ ഇവിടെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. 25 രൂപ വിലയുള്ള ഇക്വിറ്റി ഷെയർ, 2 രൂപ പ്രീമിയം. അപ്പോൾ എത്ര രൂപ ഉണ്ടാവും? ആകെ 27 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു. സോ അപ്പോൾ താഴെ നമ്മൾ എഴുതുന്നു അല്ലേ, ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഈക്വൽ ടു 25, പ്രീമിയം എമൗണ്ട് ഈക്വൽ ടു 2 per share. സോ ടോട്ടൽ ഇഷ്യൂ പ്രൈസ് ഈക്വൽ ടു 25 + 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 27. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഈക്വൽ ടു 6 lakh rupees divided by 27. Okay. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? സോ വി വിൽ ഗെറ്റ് 24,000 ഷെയർസ്, 24,000 ഷെയർസ് കിട്ടും. ക്ലിയർ? സോ 24,000 ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയത്? 6 lakh എന്ന് പറയുന്നത് നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ്. ക്ലിയർ? 27 എന്ന് പറയുന്നത് ഇഷ്യൂ പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ, 25 + 2 rupees പ്രീമിയം. ഓക്കെ. അപ്പോൾ 24,000 ഷെയർ കിട്ടി. ഇനി നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ക്ലിയർ? സോ ബാങ്ക് അക്കൗണ്ട് അറ്റ് 24,000 × 27 rupee. ക്ലിയർ? സോ 6,48,000 rupees നമുക്ക് ആകെ കിട്ടും. ക്ലിയർ? 6,48,000 രൂപ. ഓക്കെ. ദെൻ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 24,000 × 25, that is equal to 6 lakh. Then securities premium account, that is 24,000 × 2, that is equal to 48,000. Okay. Then 9% preference shares, 9% preference share capital account at 2, preference shareholders account 6 lakh. Clear? അപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ? ലയബിലിറ്റി പേ ഓഫ് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് 2, ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ? ഇവിടെ വർക്കിംഗ് നോട്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞതെന്ന് ഇവിടെ നോക്കുക. ക്ലിയർ? വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ് ഈക്വൽ ടു 3,000 × 200, that is equal to 6 lakh തന്നെയാണ്. ക്ലിയർ? പ്രൊസീഡ്സ് ഓഫ് ദ ന്യൂ ഇഷ്യൂ ഈക്വൽ ടു 25 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അവർ എന്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ? ഓൺലി നോമിനൽ വാല്യൂ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ക്ലിയർ? അപ്പം നോമിനൽ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇവിടെ എടുക്കാം. ഓക്കെ. അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 6 lakh rupees divided by 25 equal to 24,000 ഷെയർസ്. ഇങ്ങനെയാണ് 24,000 ഷെയർ കിട്ടുന്നത്. ക്ലിയർ? അപ്പോൾ 6 lakh divided by 27 ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും കുറവായിരിക്കും കിട്ടുക. ഓക്കെ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ. സോ ഇറ്റ് ഈസ് ടു ബി നോട്ടഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത്, തൊട്ട് മുമ്പ് പറഞ്ഞത് 27 വെച്ച് ഡിവൈഡ് ചെയ്യണം പറഞ്ഞത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 lakh എക്സാക്ട്ലി കിട്ടും. അപ്പോൾ പ്രീമിയം എമൗണ്ട് എക്സ്ട്രാ ആയിട്ട് വരില്ല. ക്ലിയർ? ഇൻക്ലൂഡിങ് പ്രീമിയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിഡംഷൻ ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലാത്ത രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് 25 എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസിനെ ബേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 24,000 ഷെയർസ് ആണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് വരിക. ഇപ്പോൾ 6 lakh rupees ആവും. ഓക്കെ.
So next one is fresh issue of shares at a premium and redemption at a premium. ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിൽ, റിഡീം ചെയ്യുന്നതും പ്രീമിയം. അപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, അതിനുവേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് പറയുന്നതും പ്രീമിയത്തിലാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ക്ലിയർ. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഡി ലിമിറ്റഡ് ഹാസ് 2007% preference shares of ₹50 each, fully paid up. Clear. So the company decided to redeem the shares at 5% premium by issue of sufficient number of equity shares of ₹10 each, fully paid up at ₹10% premium. At 10% premium. The company had ₹75,000 undistributed profit in the P&L account at the date of redemption. Clear. Write the journal entries എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. നമ്മൾ ആദ്യം വർക്കിംഗ് നോട്ടിലേക്ക് വരാം. സോ വർക്കിംഗ് നോട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം എന്താ? സോ നോമിനൽ വാല്യൂ ഓഫ് ദി ഷെയർസ് ടു ബി റിഡീംഡ് ഈക്വൽ ടു 2000 into 50. ക്ലിയർ. 50 rupees ആണ് ഇവിടെ പറയുന്നത് അല്ലേ? പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യൂ, ഫേസ് വാല്യൂ 50 ആണ്. ക്ലിയർ. 2000 ആണ് ഷെയർസ്. അപ്പോൾ 2000 into 50, നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1 lakh rupees ദി നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ്. ഓക്കെ, ഇനി അതിന് മാത്രം കൊടുത്താൽ മതിയോ? അല്ല, പിന്നെ എന്തുകൂടെ കൊടുക്കണം? റിഡംഷൻ പ്രീമിയം കൂടെ കൊടുക്കണം. പ്രീമിയം എത്രയാണ്? 5% ആണ്. അപ്പോൾ 1 lakh into 5/100 equal to 5,000 rupees. So total amount payable to preference shareholders is 1,05,000 rupees. Clear. 1,05,000 രൂപ കൊടുക്കണം. ഇനി നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഈക്വൽ ടു നോമിനൽ വാല്യൂ മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ക്ലിയർ. വി നീഡ് ടു ടേക്ക് ഓൺലി ദി നോമിനൽ വാല്യൂ. ക്ലിയർ. സോ 1 lakh rupees ദി നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീം. ക്ലിയർ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നോമിനൽ ഷെയർസ് എത്രയാണ്? 10 രൂപ വെച്ചുള്ള ഇക്വിറ്റി ഷെയർ. അപ്പോൾ 1 lakh divided by 10, that is equal to 10,000 shares ഇഷ്യൂ ചെയ്യാം. ക്ലിയർ. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് 10% ക്ലിയർ ആണ്. അപ്പോൾ 1 lakh into 10/100 നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും? സോ ദാറ്റ് ഈസ് 10,000 rupees വരും. ക്ലിയർ. അപ്പോൾ 10,000 രൂപ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റീസ് പ്രീമിയം കിട്ടും. ഓക്കെ, ദെൻ so out of the 1,05,000, 1 lakh is collected by issue of 10,000 equity shares and 5,000 premium is given out of securities premium account. Clear. From the fresh issue. Since the company has securities premium reserve, the redemption premium has been provided out of the securities premium reserve. Clear. So undistributed profits need not be distributed. Right. ഒരു കമ്പനിക്ക് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ഒരു എമൗണ്ട് അല്ലേ? അത് നമ്മളിവിടെ എടുക്കുന്നില്ല. കാരണം എന്താ? കമ്പനി പ്രീമിയം ഓൺ റിഡംഷൻ അല്ലെങ്കിൽ ദാറ്റ് ഈസ് റിഡംഷൻ സമയത്ത് കൊടുക്കേണ്ട പ്രീമിയം എന്ന് പറഞ്ഞാൽ 5,000 രൂപയാണ്. ക്ലിയർ. ഇതിൽ 1 lakh rupees എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ക്ലിയർ. 5,000 rupees മാത്രമാണ് പ്രീമിയം. ഈ 1 lakh rupees നമുക്ക് എവിടെ കിട്ടി? ഇക്വിറ്റി ഷെയർസ് അഡീഷണൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സെക്യൂരിറ്റീസ് പ്രീമിയം എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഈ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. ഇക്വിറ്റി ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ അല്ലേ 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 10,000 രൂപയുടെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഈ 10,000 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉള്ളതുകൊണ്ട് അല്ലേ അതിൽ 5,000 രൂപ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിഡംഷൻ പ്രീമിയം ആയിട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള 5,000 രൂപ സ്റ്റിൽ ബാക്കിയുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് എന്തെടുക്കുന്നില്ല? വി നീഡ് നോട്ട് ടേക്ക് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ. ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഫോർ ദി റിഡംഷൻ പ്രീമിയം. ഓക്കെ, അപ്പോൾ ഇത്രയും നോട്ട് ചെയ്തിട്ട് നമുക്കിനി ജേർണൽ എൻട്രിയിലേക്ക് വരാം. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് എൻട്രി? ഫോർ ദി ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. സോ ബാങ്ക് അക്കൗണ്ട് അറ്റ് 1,10,000. എങ്ങനെ കിട്ടിയത്? 10 രൂപ ഫേസ് വാല്യൂ, 1 രൂപ പ്രീമിയം. അപ്പോൾ 11 രൂപയ്ക്ക്. ക്ലിയർ. 11 രൂപ വെച്ചിട്ട് എത്ര ഷെയർസ് ആണ്? 10,000 ഷെയർസ്. ക്ലിയർ. 10,000 ഷെയർസ്. അപ്പോൾ 1,10,000 rupees കിട്ടും. Then to equity share capital 1 lakh, to securities premium account 10,000. Okay. Then addition ചെയ്തും എന്ത് ചെയ്തും? ഇഷ്യൂ ഓഫ് 10,000 equity shares of 10 each at a premium of 10%. Then securities premium reserve account, that is securities premium account debted to premium on redemption. Clear. The premium on redemption provided in the entry. Clear. So securities premium account debit ചെയ്തു 5,000 രൂപ. ക്ലിയർ. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ. 5,000 രൂപ നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ പ്രൊവൈഡ് ചെയ്തു.
ഇനി എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർസ് ഡ്യൂ ആയിട്ട് കാണിക്കണം, കൊടുക്കാനുള്ളതായിട്ട് കാണിക്കും. സോ 7% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ 1 lakh rupees ഡെബിറ്റ് ചെയ്തു. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് 5,000 rupees ക്ലിയർ ഡെബിറ്റ് ചെയ്തു. രണ്ടും കൂടെ ചേർത്തിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ കൊടുക്കാനുള്ളതായിട്ട് കാണിച്ച് ക്രെഡിറ്റ് ചെയ്തു. ലയബിലിറ്റി ആയതുകൊണ്ട് 1,05,000 rupees ക്ലിയർ. ഇനി പേയ്മെൻറ്റ് ചെയ്യുമ്പോഴോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് 1,05,000 ക്ലിയർ. ഈ രീതിയിൽ അതിനെ സെറ്റിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഫ്രം ദി ഇഷ്യൂ പ്രൊസീഡ്സ് ഓഫ് ദി ഫ്രഷ് ഷെയർസ് ക്ലിയർ. ഓക്കെ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്, റിഡംഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ്. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ക്ലിയർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സോ ഇവിടെ ആദ്യം പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്ലിയർ. ഒരു നോട്ട് തന്നിട്ടുണ്ട് അല്ലേ. സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു ഗിവ് അസംഷൻ ഓൺ വിച്ച് പ്രോബ്ലം ഈസ് സോൾവ്ഡ് ബൈ വേ ഓഫ് എ നോട്ട്. ഹൗവർ ഇറ്റ് ഈസ് ബെറ്റർ ടു റിഡീം ഓൺലി fully paid up preference shares. Partly paid up preference shares should not be redeemed on your own assumption that calls are made for partly paid up preference share. Clear? ഇപ്പോൾ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് വേണം ചെയ്യാൻ എന്നാണ് പറയുന്നത് ക്ലിയർ. അതല്ലെങ്കിൽ അസംഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, നമ്മൾ വ്യക്തമായിട്ട് അസംഷൻ ഇന്നത് എടുത്തിട്ടുണ്ടെന്ന് കാണിക്കണം ക്ലിയർ. ഓക്കെ, സോ ഇഫ് ദി പ്രിഫറൻസ് ഷെയർസ് ആർ partly paid, so they will have to be made fully paid up before the redemption clear. Then in case there are two categories of redeemable preference shares clear, one fully paid up and one partly paid up, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, there is no instruction regarding redemption, only fully paid up shares to be redeemed clear. അപ്പോൾ ഒരേ പ്രോബ്ലത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ഫുള്ളി പെയ്ഡ് അപ്പ് തന്നിട്ടുണ്ട്, പാർട്ട്ലി പെയ്ഡ് അപ്പ് തന്നിട്ടുണ്ട്. പാർട്ട്ലി പെയ്ഡ് അപ്പിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്തെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുക, പാർട്ട്ലി പെയ്ഡ് അപ്പ് ഒന്നും ചെയ്യുന്നില്ല, കാൾസ് ഒന്നും വിളിക്കണില്ല ക്ലിയർ. പകരം ഫുള്ളി പെയ്ഡ് അപ്പ് മാത്രം റിഡീം ചെയ്യുന്നു അസ്യൂം ചെയ്യണം ക്ലിയർ. ഇപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ സംടൈംസ് ദർ ആർ calls in arrears, in that case redeemable preference shares. So in such a case it is necessary to follow the instruction given in the question clear. ഇപ്പോൾ calls in arrears ഉണ്ടെങ്കിൽ calls in arrears വിളിച്ചു എന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ ക്ലിയർ. സോ ഇഫ് നത്തിങ് ഈസ് മെൻഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ, സോ ദർ ആർ ടു ഓപ്ഷൻസ്. നമ്പർ 1, പ്രിഫറൻസ് ഷെയർസ് ഹാവിങ് കോൾസ് ഇൻ അരിയേഴ്സ് ഷുഡ് നോട്ട് ബി റിഡീംഡ്. അതാണ് നമ്മൾ ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇറ്റ് ഷുഡ് ബി പെർസ്യൂംഡ് ദാറ്റ് കോൾസ് ഇൻ അരിയേഴ്സ് ഹാവ് ബീൻ കളക്റ്റഡ് ക്ലിയർ ആൻഡ് ദെയർ ആഫ്റ്റർ ഫുൾ പ്രിഫറൻസ് ഷെയർസ് ആർ റിഡീം. അങ്ങനെയാണെങ്കിൽ കോൾസ് ഇൻ അരിയേഴ്സ് കിട്ടിയതായിട്ട് കാണിച്ചിട്ട് വേണം ജേർണൽ എൻട്രി നമ്മൾ റിഡംഷൻ്റെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ്. ഈ ലിമിറ്റഡ് ഹാഡ് 8,008% redeemable preference shares of ₹25 each clear, 20 paid up, that is 20 called up and paid up. Then the company decided to redeem the preference shares at 5% premium by the issue of sufficient number of equity shares of ₹10 each fully paid up at a premium of 10%. Past necessary journal entries relating to redemption. Okay, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ് തന്നിരിക്കുന്നത്, അതിനെ റിഡീം ചെയ്യുന്നതായിട്ട് കമ്പനി പറഞ്ഞിരിക്കുന്നു ക്ലിയർ. പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത് ക്ലിയർ. അതിനുവേണ്ടി ഫ്രഷ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ട അതും പ്രീമിയത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വർക്കിംഗ് നോട്ട് നോക്കാം. വർക്കിംഗ് നോട്ട് നമ്പർ 1 ക്ലിയർ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ് ഒന്ന് നോക്കാം ക്ലിയർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, 8,000 ഷെയർസ് ആണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ 8,000 ക്ലിയർ. നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്. ഫേസ് വാല്യൂ തന്നിട്ടുണ്ട് 25 രൂപ. 20 രൂപയെ നമ്മൾ വിളിച്ചിട്ടുള്ളൂ, പക്ഷേ 25 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പോൾ നമ്മൾ റിഡീം ചെയ്യേണ്ട ഫേസ് വാല്യൂ എത്രയാണെന്ന് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു ക്ലിയർ. സോ 8,000 × 25 = 2 lakh rupee ക്ലിയർ. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ = 5%. അതിൻ്റെ 5% ആണ് എടുക്കുന്നത്, നോമിനൽ വാല്യൂവിൻ്റെ 5%. അപ്പോൾ 2 ലക്ഷം × 5/100 പറയുമ്പോൾ 10,000 rupees. Total amount payable = 2,10,000 clear. The number of equity shares to be issued അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എത്ര വരും, സോ ദാറ്റ് ഈസ് equal to
2 lakh റുപ്പീസാണ് നമുക്കിവിടെ ക്യാപിറ്റൽ നോമിനൽ വാല്യൂ റിഡീം ചെയ്യേണ്ടത്. 10 രൂപയാണ് ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ. വരുമ്പോൾ എത്ര വരും? 20,000 ഷെയർസാണ് വരിക. ദെൻ അങ്ങനെ 20,000 ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് കിട്ടി. ഇനി സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലേ, ഇതിൻ്റെ സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയാണ്? 2 lakh ഇൻറ്റു 10/100 ആണ്. ക്ലിയർ? ദാറ്റ് ഈസ് ഒരു 20,000. അല്ലെങ്കിൽ 10 രൂപയുടെ 10%, അപ്പോൾ 1 രൂപ കിട്ടും. അപ്പോൾ 20,000 ഷെയർ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 20,000, അങ്ങനെയും എടുക്കാം. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് കാൽക്കുലേഷൻ. ദെൻ only face value of the shares issued can be used for redemption but not premium. Clear? So the premium can be used for providing redemption premium. Clear? ഇപ്പോൾ റിഡംഷൻ പ്രീമിയത്തിന് റിഡംഷൻ പ്രീമിയം കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം. ക്ലിയർ? അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? സെക്യൂരിറ്റീസ് പ്രീമിയം കൻ നോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ റീപേ ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? കമ്പനീസ് ആക്ടിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ക്ലിയർ? 6 കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരെണ്ണമാണ് റിഡംഷൻ സമയത്തുള്ള പ്രീമിയം കൊടുക്കുക. പക്ഷേ അതിലെന്ത് പറയുന്നില്ല? റിഡംഷൻ പേയ്മെൻറ്റ് ക്യാപിറ്റൽ റിഡീം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ച് വേണം എടുക്കുക. ക്ലിയർ? നോമിനൽ വാല്യൂ തന്നെ നമ്മൾ എടുക്കണം. ഓക്കെ. പ്രീമിയം എന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക? പ്രീമിയം ഓൺ റിഡംഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഓക്കെ. ഇനി നമുക്ക് ജേർണൽ എൻട്രിയിലേക്ക് വരാം. സോ നമ്പർ 1. ക്ലിയർ? ഇവിടെ നമ്മളൊരു നോട്ട് അസംഷൻ എടുക്കണം അല്ലേ? എന്താണ് അസംഷൻ? പ്രിഫറൻസ് ഷെയർസ് കോൾ ചെയ്തതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും അത് റിഡീം ചെയ്യുന്നതായിട്ട് പറയുന്നതുകൊണ്ട് ആദ്യം കോൾസിന് അരിയേഴ്സ് അല്ലെങ്കിൽ കോൾസൊക്കെ നമ്മൾ വിളിച്ചു, ബാക്കിയുള്ള കോൾസ് വിളിച്ചു എന്നുള്ള അസംഷനിൽ എടുക്കണം. ക്ലിയർ? അപ്പോൾ എന്തായിരിക്കും എൻട്രി? ആദ്യം പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് അല്ലേ 20 രൂപയെ കോൾ ചെയ്തില്ല, 5 രൂപ വിളിച്ചിട്ടില്ല. അപ്പോൾ 8,000 ഷെയർസിന് 5 രൂപ വെച്ച് വിളിക്കണം. അപ്പോൾ 8,000 × 5 എത്രയാണ്? 40,000 രൂപ. ടു 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 40,000. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തു? എൻട്രി ദാറ്റ് ഈസ് നരേഷൻ എന്താ ചെയ്താ? ക്ലിയർ? ഫൈനൽ കോൾ മെയ്ഡ് ഓൺ 8,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 5 ഈച്ച്. ക്ലിയർ? ഓക്കെ. ഇനി അതിൻ്റെ ബാങ്കിൽ പൈസ കിട്ടുമ്പോഴോ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലേ ഫൈനൽ കോൾ അക്കൗണ്ട് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 40,000. ക്ലിയർ? അപ്പോൾ ഫൈനൽ കോളിനെ സെറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ ഫൈനൽ കോൾ വിളിച്ച് കഴിഞ്ഞതോടുകൂടി എന്തായിട്ട് മാറി? പ്രിഫറൻസ് ഷെയർ ബിക്കം ഫുള്ളി പെയ്ഡ് 25 രൂപയുടെ ആയിട്ട് മാറി. നേരത്തെ 20 രൂപ കിട്ടി, ഇപ്പം 5 രൂപയും കിട്ടി, 25 ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിഡംഷനുമായി ബന്ധപ്പെട്ടുള്ള എൻട്രി ചെയ്താൽ. അപ്പോൾ ഇവിടെ എന്താണ് ആദ്യമായിട്ട് വരുന്നത്? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തതിൻ്റെ എൻട്രി. ക്ലിയർ? ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് അറ്റ് 20,000 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? 11 രൂപ വെച്ചിട്ട്. അപ്പോൾ 2,20,000 രൂപ. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 20,000 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 lakh റുപ്പീ. ക്ലിയർ? ദെൻ ടു സെക്യൂരിറ്റീസ് പ്രീമിയം 20,000 × 1 = 20,000. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തു. എന്താണ് നരേഷൻ ചെയ്ത? ഇഷ്യൂ ഓഫ് 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each at a premium of 10%. ഇനി എന്ത് ചെയ്യണം? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് റിഡംഷൻ പ്രീമിയം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അറ്റ് 10,000 ടു പ്രീമിയം ഓൺ റിഡംഷൻ 10,000. ക്ലിയർ? ആകെയുള്ള 20,000 രൂപയിൽ 10,000 രൂപ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? പ്രീമിയം ഓൺ റിഡംഷൻ കൊടുക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. ക്ലിയർ? ഇനി പ്രിഫറൻസ് ഷെയർസിന് അല്ലേ ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കാനുള്ളതായിട്ട് കാണിക്കുക. ക്ലിയർ? 8% redeemable preference share capital account at 2 lakh. Clear? That is 8,000 × 25. Clear? That premium on redemption account at clear? That is 10,000 rupees. Then to preference shareholders account 2 lakh 10,000. അപ്പോൾ 2,10,000 ടോട്ടൽ കൊടുക്കാനുണ്ട്. ഇനി കൊടുക്കുമ്പോഴോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 2,10,000 ടു ബാങ്ക് അക്കൗണ്ട് 2,10,000. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ വേണം അതെൻ്റെ ജേർണൽ എൻട്രി എഴുതാൻ. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം വരുന്ന സമയത്ത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് ദി ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ? നമ്മൾ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്ര ഇഷ്യൂ ചെയ്യണം? ക്ലിയർ? നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എത്ര ഇഷ്യൂ ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന സമയം അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പോലും ആ ടോട്ടൽ പ്രീമിയം എമൗണ്ട് എന്തിനു വേണ്ടി എടുക്കാൻ പാടില്ല? റിഡംഷന് വേണ്ടി എടുക്കാൻ പാടില്ല. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യണം? റിഡംഷൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ക്ലിയർ ടു ബി ഇഷ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എത്രയാണെന്ന് എടുക്കുക.
നോമിനൽ വാല്യൂ പ്രിഫറൻസ് ഷെയർസ്. ക്ലിയർ? എത്ര റിഡീം ചെയ്യണമെന്ന് എടുക്കുക, ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ക്ലിയർ? എന്തെടുക്കാൻ പാടില്ല? പ്രീമിയം എടുക്കാൻ പാടില്ല. ക്ലിയർ? ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ പ്രീമിയം കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യരുത്. എന്താ കാരണം? കമ്പനീസ് ആക്ടിൽ പ്രത്യേകം പറയുന്നു. ക്ലിയർ? സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടൂ? ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിലൊരു കാര്യമാണ് ഇത് പ്രീമിയം ഓൺ റിഡംഷൻ കൊടുക്കുക എന്നുള്ളത്. ക്ലിയർ? അതിലെന്തില്ല? പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷനെ കുറിച്ച് അല്ലെങ്കിൽ ക്യാപിറ്റൽ റീപേയ്മെൻറ്റിനെ കുറിച്ച് പറയുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം ആലോചിച്ച് മാത്രം അത് എടുക്കാൻ പാടില്ല. ക്ലിയർ? അതില്ലാതെ വേണം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂ, ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഈക്വൽ ടു ക്ലിയർ നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് റിഡീംഡ് ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. ഓക്കെ, ആ രീതിയിൽ വേണം എടുക്കാം.